ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഇന്നലെ നമ്മളെവിടെ നിർത്തിയത്? പെട്ടെന്നും ആമിന ബീവി ബിത്വായിരിൻ അബിയള, വെളുത്ത ഒരു പക്ഷിയുടെ അരികിലാണ്. വെളുത്ത ഒരു പക്ഷി അഥവാ ഈ ചരിത്രം കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇത് എല്ലാ ചരിത്രകാരന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ തങ്ങളുടെ മൗലിദുകളിലും മറ്റ് ചരിത്ര സീറ കിതാബുകളിലൊക്കെ ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പക്ഷി നമുക്കറിയില്ല. ആ മലക്കുകളോ പല കോലത്തിലും കോലപ്പെടുന്നവരാണല്ലോ മലക്കുകൾ. യതശക്കലു ബി അഷ്കാലി മുഖ്തലിഫ, വ്യത്യസ്തമായ കോലങ്ങളിൽ കോലപ്പെടുന്നവരാണ് മലക്കുകൾ. ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യകോലത്തിൽ സ്വഹാബത്തിൻ്റെ ഇടയിൽ വന്ന സംഭവം സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ കുറേ സംഭവങ്ങൾ അമ്പിയാക്കൾക്ക് ഇടയിൽ വന്നതും ഔലിയാക്കളെടുത്ത് വന്നതും ഈ ഉമ്മത്തിൽ വന്നതും എല്ലാം റിപ്പോർട്ടുണ്ട്. പക്ഷിയുടെ കോലത്തിൽ മലായിക്കത്ത് ആകുന്നത് ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്. പല കോലത്തിലും അവർ കോലപ്പെടും. അവർക്കൊരു കോലുണ്ട് എന്ന് മാത്രം. പല കോലം കെട്ടിയിട്ട് ദീനീ പ്രബോധനം നടത്താൻ പറ്റുന്നുള്ളതിന് ജമാഅത്തെ ഇസ്ലാമി അതാണ് തെളിവ് പറയുന്നത്. ജിബ്രീൽ മനുഷ്യനായി വന്നില്ലേ, അപ്പോൾ പല കോലത്തിലും പ്രത്യക്ഷപ്പെടാവുന്നതാണ്. ജിബ്രീലിന്റെ ഹുക്കുമല്ല ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. മുസ്ലിം ആണെങ്കിൽ അസ്രായിൽ റൂഹിനെ പിടിച്ചലുണ്ട്, അതിന് അവകാശമുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക്. മലക്കുകളെ വിധിയല്ല നമുക്കുള്ളത്. അവരുടെ ശരീരം കൊണ്ട് തന്നെ സാധിക്കുന്ന ഒന്നാണ് അവർക്കും ജിന്നുകൾക്കും. ജിന്നുകൾക്ക് നായ പന്നിയുടെ കോലത്തിലും വരാൻ കഴിയും. മലക്കുകൾക്ക് നായ പന്നിയുടെ കോലത്തിൽ കോലാകാൻ കഴിയില്ല. കോലം കെട്ടുകയല്ല, കോലാകാണ്. മനസ്സിലായില്ലേ? ഏതായിരുന്നാലും ജമാഅത്ത് ഇസ്ലാമി പോട്ടെ, വെളുത്ത ഒരു പക്ഷി, പെട്ടെന്നും വെളുത്തൊരു പക്ഷി, മിനൽ ഹവ. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ടും കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു തൊട്ടും മറ്റ് സഹാബത്തിനെ തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. പെട്ടെന്നും ആ പക്ഷി വായുമണ്ഡലത്തിൽ നിന്ന് ആമിന ബീവിയുടെ അരികിലേക്ക് എത്തി. അത് ആമിന ബീവി കാണുകയാണ്. മറ്റുള്ളവരൊന്നും കണ്ടോളണമെന്നില്ല. അത് കശ്ഫിന്റെ ഒരു സ്വഭാവമാണ്. ഇപ്പൊ നമ്മുടെ രണ്ട് ഭാഗത്തും രണ്ട് മലക്കുകളുണ്ട്, റഖീബ് അതീദ്. അള്ളാഹു അവരെ മനസ്സ് നമ്മളോട് വെറുപ്പില്ലാതിരിക്കട്ടെ. റഖീബ് അതീദ് നമ്മളുമായി വിട പറയാത്ത രണ്ട് മലക്കുകളാണ്. അത് കാണുന്നവരുണ്ട്, റഖീബിനെയും അതീദിനെയും കാണുന്നവരുണ്ട്. നമ്മൾ കാണാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ കാണുന്ന ചില കണ്ണുകളുണ്ട്. അതിനാണ് കശ്ഫ് എന്ന് പറയുക. സുഫിയാക്കൾ പറയുന്ന കശ്ഫ് അതാണ്. ഇവിടെ ഇപ്പം ജിന്നുകളും മലക്കുകളൊക്കെ ഉണ്ടായിരിക്കും. മലക്കുകളൊക്കെ എങ്ങനെ ആയാലും ഉണ്ടാവും. ഇവിടെ പള്ളിയിൽ നിറയെ മലക്കുകളുണ്ടാവും. നമുക്കെങ്ങാനും അവരെ കാണുന്ന അവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ നമ്മുടെ കോലം മറ്റൊന്നായനെ, നമ്മുടെ അവസ്ഥ തന്നെ മറ്റൊന്നായനെ. അത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് അള്ളാഹു തആല മറച്ചു വെച്ചതാണ്. യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. സഹീഹ് ഹദീസിൽ വന്നു യതഅഖബു ഫീകും എന്നുമുണ്ട്. യതഅഖബു ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ. ഞാൻ ഖത്തറിന്റെ റിപ്പോർട്ടാണ് യതഅഖബൂന എന്ന് പറഞ്ഞത്. അതിൽ സഹിയായ റിപ്പോർട്ട് എങ്ങനെ? യതഅഖബു ഫീകും മലായികത്തും ബില്ലൈലി വമലായികത്തും ബിന്നഹാർ എന്നാണ്. നിങ്ങളിൽ രണ്ട് റിപ്പോർട്ടുണ്ട് കേട്ടോ. രാത്രിയും പകലും മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇറങ്ങി വരുന്ന മലക്കുകൾ, കയറിപ്പോകുന്ന മലക്കുകൾ, ലക്ഷക്കണക്കിന് മലക്കുകൾ. മഗ്‌രിബ് നിസ്കാരത്തിന്
വൈകുന്നേരം വരെ പ്രവർത്തനങ്ങൾ നടത്തിയ മലക്കുകളും പിന്നെ മഗ്‌രിബ് മുതൽ പ്രവർത്തിക്കാനുള്ള മലക്കുകളും ഇറങ്ങി വന്ന മലക്കുകളും തിരിച്ചു പോകുന്ന മലക്കുകളും കൂടെ ഒരുമിച്ച് കൂടും മഗ്‌രിബ് ജമാഅത്തിന്. സുബൈക്കും അങ്ങനെ തന്നെ, സുബൈയിലും അങ്ങനെ തന്നെ. അതാണ് ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ. സുബൈന്റെ നിസ്കാരത്തിന് വളരെ കൂടുതൽ മലക്കുകൾ പങ്കെടുക്കും, അത് നഷ്ടപ്പെടുത്തരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അങ്ങനെ മലക്കുകൾ ഇറങ്ങി വരുന്ന മലക്കുകൾ, കയറിപ്പോകുന്ന മലക്കുകൾ. ഇനിയാണെങ്കിലോ മലക്കുകൾ സ്ഥിരമായി ഭൂമിയിൽ ദിക്റിന്റെ ഹൽക്കകൾക്കും നല്ല സദസ്സിനും വേണ്ടി തെരഞ്ഞു നടക്കുന്ന മലക്കുകൾ. ഇന്ന ലില്ലാഹി മലായികത്തൻ സയ്യാഹീന യത്ലുബൂന ഹിലഖദ് ദിക്ർ. സഹീഹ് ഹദീസാണ്. ദിക്റിന്റെ ഹൽക്കകളെ തേടി നടക്കുന്ന മലക്കുകൾ. ദിക്റിന്റെ ഹൽക്കകൾ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ഇൽമിന്റെ മജ്ലിസ്, മുത്തുനബിയുടെ മജ്ലിസ്, ദിക്ർ ചെല്ലുന്ന മജ്ലിസ് എല്ലാം അതിൽപ്പെട്ടതാണെന്നാണ് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു മലക്കുകൾ. പിന്നെയും മലക്കുകൾ പല വിഷയങ്ങൾക്കും കോടാനുകോടി മലക്കുകൾ ഭൂമിയിൽ ഉണ്ട്. ഇപ്പോൾ കയറി പോകാത്ത മലക്കുകളുണ്ട്, ആകാശത്തു നിന്ന് അടിയിലേക്ക് ഇറങ്ങി വരാത്ത മലക്കുകളുണ്ട്, കോടാനുകോടി മലക്കുകളുണ്ട്. അതിൽ വ്യത്യസ്തമായ രൂപങ്ങളിലുള്ളവരുണ്ട്. ഒന്നാം ആകാശത്തും രണ്ടാം ആകാശത്തും മൂന്നാം ആകാശത്തും 7 ആകാശങ്ങളിൽ മലക്കുകൾ നിബിഡമാണ്. ഒന്നാം ആകാശത്തുള്ള ബൈത്തുൽ മാമൂർ എന്ന് പറയുന്ന പള്ളിയിൽ 70,000 മലക്കുകളാണ് ഒരു നേരം തവാഫ് ചെയ്യുന്നത്. അത് പടക്കപ്പെട്ട അന്നു മുതൽ ഇന്ന് വരെ തവാഫ് ചെയ്ത ഒരു മലക്കിന് പിന്നെ തവാഫ് ചെയ്യാൻ അവകാശമില്ല. അപ്പോൾ അത് അവിടുത്തെ തവാഫിട്ട് മുറിയുകയുമില്ല. അത് കഅബാലയത്തിന്റെ നേരെ മുകളിൽ വാനലോകത്ത് സ്ഥാപിക്കപ്പെട്ട ഒരു പള്ളിയാണ് ബൈത്തുൽ മാമൂർ. അത്രയും മലക്കുകളാണ്. മലക്കുകളെ കാണാൻ കഴിയുന്ന എത്രയോ മഹാന്മാരുണ്ട്, എത്രയോ മഹാന്മാർ ജീവിച്ചിരിപ്പുണ്ട്, വഫാത്തായവരുമുണ്ട്. മലക്കുകളെ കണ്ടിരുന്ന ആളുകൾ മനുഷ്യകോലത്തിലാവുമ്പോൾ നമ്മൾ കാണും. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ യഥാർത്ഥ കോലത്തിൽ മുത്തുനബി തങ്ങൾ 3 പ്രാവശ്യം കണ്ടതായി ഹദീസിൽ വന്നിട്ടുണ്ട്. 3 പ്രാവശ്യം. അല്ലാത്ത കോലത്തിൽ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ ജറകുകളുണ്ട്. ജിബ്രീലിന് 600 ജറകുണ്ടെന്ന് ഇമാം അബുല്ലൈസ് സമർഖന്ദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. 600 ജറക്. എങ്ങനെയാണ് അതിന്റെ അവസ്ഥ നമുക്കറിയില്ല. അപ്പൊ ഒരു പക്ഷിയുടെ കോലത്തിലുള്ള ഒരു മലക്കായിരിക്കാം. അങ്ങനെ ആ മലക്ക് തടകി ജനാഹൈഹി, ആ മലക്കിന്റെ 2 ജറഗ് കൊണ്ട് തടകി. അലാ ബത്തുനി ആമിന, ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ വയറു മുകളിൽ തടകി. ആ മലക്ക് പക്ഷിയുടെ കോലത്തിൽ വന്ന മലക്ക്. മുസ്രിയാൻ, പെടുന്നനവെ. ആ തടകലോടുകൂടെ പ്രസവവേദന, അതൊരു പ്രയോഗമാണ്. പ്രസവവേദന എന്ന് പറഞ്ഞ പ്രയോഗമാണ്. പ്രസവവേദന മഹദിക്ക് അനുഭവപ്പെട്ടു. അന്ന് ലൈലത്തുൽ ഇസ്നൈൻ, ശനിയാഴ്ച രാത്രിയായിരുന്നു. ശനിയാഴ്ച രാത്രിയായിരുന്നു. പകലായിരുന്നു അതിലൊരു പറയലുണ്ട്. പകലായിരുന്നു, അത് ശരിയല്ല. രാത്രിയായിരുന്നു. മങ്കൂസ് മൗലിദിലല്ലേ അവരോതുന്ന മങ്കൂസ് മൗലിദിൽ തന്നെ പകരി എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അവർ മൂലയർ പറഞ്ഞു. നമ്മളോതുന്ന മങ്കൂസ് മൗലിദിലുള്ളത് എങ്ങനെ? ലൈലത്തുൽ ഇസ്നൈൻ എന്നല്ലേ? ശനിയാഴ്ച രാത്രി അല്ല, തിങ്കളാഴ്ച രാത്രി. ഒരു മൂലയാരുടെ പ്രസംഗത്തിലുണ്ട് അവരോതുന്ന. ഉപരോധലില്ലാന്ന് തോന്നുന്നുണ്ട്. ഏതായാലും വേണ്ടി ഓതിക്കോട്ടെ. എന്നാലും ഒരു പക്ഷെ അത് തൈക്കീതിന് വേണ്ടി പറഞ്ഞതായിരിക്കും അവരോതുന്ന. സ്വന്തം ഓതുന്ന മൗലിദിൽ തന്നെ രാത്രി പകലാണെന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ലൈലത്തുൽ ഇസ്നൈൻ അതെന്നാണ്? മുബര് തെളിവ് പിടിച്ചത് ഇവിടെ അല്ല കേട്ടോ. മുബര് സബിഹത്ത് എന്ന ഭാഗത്തുമെന്നാ തെളിവ് പിടിച്ചത്. നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ലൈലത്തുൽ ഇസ്നൈൻ തിങ്കളാഴ്ച രാത്രിയിൽ പ്രസവവേദന തുടങ്ങി. താനിയ അഷറ തിങ്കളാഴ്ച
രാത്രി ദിവസം കൊണ്ട് തിങ്കളാഴ്ച രാത്രി അത്താനിയാഷറ 12-ന്റെ അന്ന് മിൻ ഷഹരി റബീഉൽ അവ്വൽ 12-ന്റെ അന്ന്. ഇതാണ് ബലപ്പെട്ട അഭിപ്രായം. വലദത്ത് സുബ്യാത്ത, ഇതാണ് മൂപ്പർക്കുള്ള തെളിവ്. നമ്മൾ ഓതുന്ന മൗലിദിലെ പ്രസവവേദന വന്നത് രാത്രിയാണെങ്കിലും പ്രസവിച്ചത് സുബൈന്റെ ശേഷമാണെന്ന് മൂപ്പരാണ്. സുബിഹത്ത് എന്ന് പറഞ്ഞാല് സുബൈന്റെ ടൈം എന്നേ അർത്ഥമുള്ളൂ, സുബൈന്റെ ശേഷം എന്ന് അർത്ഥമില്ല. അത് ഏത് ഡിക്ഷണറിയാ പറഞ്ഞാവും. സുബിഹത്ത് പറഞ്ഞാലേ സുബൈന്റെ ടൈമില്, സുബൈന്റെ ടൈം ഫജ്ർ സ്വാദിഖ് വെളിവാകുന്നതിന്റെ തൊട്ട് മുമ്പുള്ളതിനും സബീഹത്ത് പ്രഭാതഘട്ടത്തിൽ എന്ന് പറയും. തൊട്ട് ശേഷവും പറയും. തൊട്ട് ശേഷമാണെന്ന് ഫജ്ർ സ്വാദിഖ് വെളിവാകുക എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് മതി. അതിന്റെ തൊട്ട് മുമ്പാണെന്നും അതിന്റെ ശേഷമാണെന്നും രണ്ടഭിപ്രായമുണ്ട്. അതിന്റെ മുമ്പാണെന്ന് പറഞ്ഞവർ കുറേ പണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ടവരാണ് അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങൾ അവിടുത്തെ ഇബ്രീസ് എന്ന കിതാബിൽ, അതേപോലെ തന്നെ ഷബറാവി തങ്ങൾ, അതുപോലെ തന്നെ മുഹമ്മദ് അമീനുൽ ഖുർദി തങ്ങൾ, കുറേ ഇമാമിങ്ങൾ പറഞ്ഞിരിക്കണ് പ്രസവവേദന വന്നതും രാത്രിയാണ്, പ്രസവിച്ചതും രാത്രി തന്നെയാണ്. രാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സുബീഹത്തില്, സുബൈന്റെ ടൈമില്. സുബൈന്റെ ടൈം പറഞ്ഞാൽ ഫജ്ർ സ്വാദിഖിന്റെ തൊട്ട് മുമ്പുള്ളതിനും പറയും, ഫജ്ർ സ്വാദിഖ് വെളിവാവുന്ന ടൈമിനും പറയും, ശേഷമുള്ളതിനും പറയും. ആ സുബൈന്റെ ടൈം എന്നേ വാക്കിന് അർത്ഥമുള്ളൂ. സുബൈന്റെ ശേഷം എന്നത് ബഅദ സുബിഹത്തി നേരെ വരേണ്ടി വരും, എന്നാലേ ആവുള്ളൂ. എങ്ങനെയാ മൂപ്പരയിന് തെളിവ് പിടിച്ചെന്ന് അറിയില്ല. ഏതായിരുന്നാലും ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നത് ഫജ്ർ സ്വാദിഖ് വെളിവായ ഉടനെയാണെന്നാണ്. അത് മൂപ്പരും പറയുന്നില്ല. ഫജ്ർ സ്വാദിഖ് ഫജ്ർ സ്വാദിഖ് വെളിവായ ഉടനെയാണ്. അത് ഒരു മിനിറ്റിന്റെ തുടക്കത്തിലാണോ അവസാനത്തിലാണോ എന്ന് തർക്കമുണ്ട് എന്നർത്ഥം. അതൊരു പ്രധാന തർക്കമല്ല. അതാണ് അസഹ്. ഫജ്ർ സ്വാദിഖ് വെളിവായ ഉടനെയാണ്. ഫജ്റിന്റെ തൊട്ട് പിറകിലാണ് എന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ മിനഹുൽ മക്കിയയിൽ പറഞ്ഞത് മൂപ്പര് ഉദ്ധരിച്ചിട്ടില്ല. മൂപ്പര് പകലാണെന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്നിട്ട് പറഞ്ഞ് ഇബ്നു ഹജറിനെ അവലംബമാക്കുന്നവര് എല്ലാ പ്രഭാതൊക്കെ കഴിഞ്ഞ് മദ്രസ കുട്ടികളൊക്കെ വരുമ്പോഴാണ് മൗലിദ് ഓതേണ്ടതെന്ന് മൂപ്പരെ അഭിപ്രായമുള്ളത്. പച്ചപ്പകലേ ഓതാ, എപ്പോഴും ഓതാ, റബീഉൽ അവ്വൽ എല്ലാവരും ഓതാ. അതിനെപ്പറ്റി നമുക്ക് ചർച്ചയില്ല. അതിന് മൂപ്പർക്കും ചർച്ചയില്ല കേട്ടോ. എപ്പോഴും ഓതാന്നാണ്. മുമ്പായാലും ഓതുന്നീന്ന് കയറാറില്ല. ജനിച്ച ടൈം നോക്കിയിട്ടല്ല ഓത്ത്. ജനിച്ച ടൈം രണ്ടഭിപ്രായമാണ്. സുബഹിന്റെ തൊട്ട് മുമ്പാണെന്നും ശേഷമാണ്. ശേഷമാവുമ്പോൾ തന്നെ ശേഷം എപ്പോഴാണ്? വായിദൽ ഫജ്ർ. അങ്ങനെ തന്നെ ഇബ്നു ഹജർ തങ്ങൾ വായിദ് മക്കിയയിൽ പറഞ്ഞിട്ടുണ്ട്, അല്ല മിനഹുൽ മക്കിയയിൽ പറഞ്ഞിട്ടുണ്ട്. വായിദൽ ഫജ്ർ, ഫജ്റിന്റെ തൊട്ട് ശേഷമാണ്, തൊട്ട് ശേഷമാണെന്നും. لحديث ضعيف للحديث الضعيف فيه لأن الحديث الضعيف لأن الحديث مبر بران ابن حجر بران لأن الحديث الضعيف في الفضائل والمناقب حجة اتفاقا. അതിങ്ങനൂടി പറഞ്ഞിട്ടുണ്ട്. ദഈഫായ ഹദീസ് തള്ളപ്പെടുന്നതല്ല. അത് മഹത്വം പറയുന്ന സ്ഥലങ്ങളിലും
അതുപോലെ തന്നെ ചരിത്രം പറയുന്ന സ്ഥലങ്ങളിലും ഹുജ്ജത്തുൻ അത് തെളിവിന് പറ്റിയതാണ്. ഇത്തിഫാഖൻ അതിന് പണ്ഡിതന്മാർക്ക് തർക്കമില്ല. അത് ഇജ്മാ ആണെന്നാണ് ഇമാമൊക്കെ പറഞ്ഞത്. അദ്കാർ നോക്കിയാൽ കാണും. അത് മൂപ്പര് പറയുന്നില്ല. അത് മൂപ്പര് അതിൽ ഇബ്നു ഹജറിനെ അവലംബമാക്കുന്നില്ല. നമ്മൾ എല്ലാ ഇബ്നു ഹജറിനല്ല നമ്മൾ അവലംബമാക്കൽ എന്നൊക്കെ പറയുന്നുണ്ട്. ആ ലംബം അവിടെ കാണുന്നില്ല. പകലാന്ന് എറിഞ്ഞാണ്ട് കച്ചിലാണ്. ഇബ്നു ഹജറിന്റെ അടുത്ത് ബലപ്പെട്ടതാണ്. നമ്മൾ ഇബ്നു ഹജറിനെയാണ് അവലംബമാക്കൽ. അങ്ങനെ ഒരു തത്വം മലബാറിന് ഇല്ലതാനും. ഇബ്നു ഹജറിനെ അവലംബമാക്കുന്ന തത്വം മലബാറിനില്ല. റംലിയെയും അവലംബമാക്കുന്ന തത്വം മലബാറിനില്ല. രണ്ടും അവലംബമാക്കി ചിലതിൽ റംലിയെ ചിലതിൽ ഇബ്നു ഹജറിനെ. അത് രണ്ടും മഖ്ദൂം പാപ്പാന്റെ ശേഷമാണ്. മഖ്ദൂം പാപ്പ ഇവിടെ നടപ്പിലാക്കിയതായ ശറഈയായ ദലായിലുകൾ മാത്രമാണ് നമ്മുടെ നാട്ടിൽ നടപ്പുള്ള. അല്ലാത്ത വിഷയത്തിൽ വന്നാൽ ഇബ്നു ഹജറിനെയും റംലിയെയും പിടിക്കാറുണ്ട്. ഇബ്നു ഹജറിനെ ഒത്തുകൊണ്ട് എത്രയോ ഫത്വകൾ നമ്മുടെ ഉസ്താദുമാർ ചെയ്തിട്ടുണ്ട്, ചെയ്യും. എന്നാ റംലിൻ്റെതും എത്രയോ ചെയ്തതുണ്ട്. ഇബ്നു ഹജറിന്റെ ഫത്വക്കെതിരായി മലബാറിൽ ഇഷ്ടംപോലെ അമലുകൾ കാണാവുന്നതാണ്. അപ്പോൾ ഇബ്നു ഹജറിനെ അവലംബമാക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞത് മൂപ്പരെ സംബന്ധിച്ച് മൂപ്പര് പറഞ്ഞതായിരിക്കാനാ സാധ്യത. അങ്ങനെ മലബാറിൽ ഒരു തത്വം കൊണ്ടുവരാൻ ആർക്കും അവകാശമില്ല. ഇബ്നു ഹജർ വലിയ പണ്ഡിതനാണ്. അവിടുത്തെ ഗ്രന്ഥങ്ങളൊക്കെ വലിയ നഫീസായ ഫവായിദ് നിറഞ്ഞ കിതാബുകളാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിനെ പിടിച്ചാൽ നഷ്ടവും ഉണ്ടാവില്ല. പക്ഷെ മലബാറിന്റെ അവലംബം ഇബ്നു ഹജറിന്റെ മേലാണെന്ന് പറഞ്ഞത് വല്ലാത്തൊരു വാക്കായി പോയി. അങ്ങനെ ഒരു തത്വം എവിടുന്നാണെന്നാവും കിട്ടിയത്. അല്ലാഹു അഅലം. എന്നിട്ടാണ് ഇബ്നു ഹജറിനെ അവലംബമാക്കുന്നുമില്ല മൂപ്പര്. ഇബ്നു ഹജർ ഖുബൈലൽ ഫജ്രി ബഅദൽ ഫജ്രി വഅദൽ ഫജ്രി ഫജ്ർ സ്വാദിഖ് വെളിവായ ഉടനെ എന്ന് പറഞ്ഞൊരു വാക്കും കൂടെ ഉണ്ട്. അത് മൂപ്പര് വായിക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ മറച്ചുപോയി. രണ്ടാലൊന്നാണ്. ലൈഫ ഹദീസ് കൊണ്ട് തെളിവെടുക്കാൻ പറ്റുകയില്ല എന്ന വഹാബികളുടെയും ജമാഅത്തിന്റെയും കൂടെ നിൽക്കാൻ നമുക്കാകില്ല. അങ്ങനെ തള്ളപ്പെടുന്ന ഹദീസല്ല ലൈഫ് എന്ന് പറയുന്നത്. മൗലു വരെ അമലില്ലെങ്കിലും തള്ളപ്പെടുന്നതല്ല. തള്ളപ്പെടുക, വലിച്ചെറിയ, അങ്ങനൊന്നും മൗലു ഹദീസൊന്നുമില്ല. ചില ആളുകൾ ലൈഫ് ഹദീസായാൽ ചത്ത കുട്ടിയാണ്, അതിന്റെ സനത് ചത്തിരിക്കുന്നു, അപ്പോ പിന്നെ ഹദീസ് ചത്തിരിക്കുന്നു, ചത്ത കുട്ടിന്റെ ജാതകം ഓതരുതേ എന്ന് പറയുന്നവരുണ്ട്. സുന്നികളിൽ തന്നെ അവർക്കും വളരെ വലിയ തെറ്റുപറ്റിപ്പോയി. മനാഖിബിൽ റസൂലുള്ളാഹിന്റെ ശമായിലിൽ ചരിത്രത്തില് ലൈഫ് ഹദീസിന് യാതൊരു പ്രശ്നവുമില്ല എന്നാണ് പണ്ഡിത മതമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞതെന്ന് ഇബ്നു ഹജർ തങ്ങളും നൈമാമും മഹല്ലി ഇമാമും ബുൽഖൈനി ഇമാമും ബൈഹഖി ഇമാമും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. 5-10 ഇമാമിങ്ങൾ ഈ കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ലൈഫ് ഹദീസുകൾ ഫളായിലുകളിലും ഫവാദിലുകളിലും അല്ലെങ്കിൽ മനാഖിബുകളിലും ഫളായിലുകളിലും ഉദ്ധരിക്കുന്നതിന് യാതൊരു തകരാറുമില്ല. ആ ഇനത്തിൽപ്പെട്ടാണ് തുർമുദിയുടെ ചില ഹദീസുകൾ, ശമായിലുള്ള ഹദീസുകൾ. അത് ചത്തകുട്ടിയല്ല, ചത്തകുട്ടിന്റെ ജാതകം മോതലല്ല. ഇനി മൗലൂആയ ഹദീസാണെങ്കിൽ തന്നെ മൗലൂആയ ഹദീസ് തന്നെ ചത്തകുട്ടിയല്ല, ജീവനുണ്ടോ എന്ന് സംശയിക്കപ്പെടുന്ന കുട്ടിയാണ്. ഏത് മൗലു ഹദീസ് തന്നെ. കാരണം മൗലു ഹദീസിന് മൗലു എന്ന് വിധി പറയുന്നത് അലാ ലന്നിന്റെ മേലാണ്, ഉറപ്പല്ല. ലൽ ഖത്ഈന വൽ ഹുക്മു ബിസ്സിഹ്ഹത്തി വൽ ദുഅഫി അലാ ളാഹിരിഹി ലൽ ഖത്ഈ. ഒരു ഹദീസ് സ്വഹീഹാണെന്ന് പറയലും അതുപോലെ തന്നെ ദഈഫാണെന്ന് പറയലും നുഖ്ബയിൽ കാണാം. വൽ വദ്ഈ, നമ്മൾ നുഖ്ബക്ക് വിശദീകരണം എഴുതിയാൽ പോരാ, അതും കൂടി കാണണം. വൽ വദ്ഈ, വദ്ഈ കൊണ്ട് ഹുക്മ് ചെയ്യലും, അങ്ങനെ മൗലു ആണെന്ന് ഹുക്മ് ചെയ്യലും, സ്വഹീഹാണെന്ന് ഹുക്മ് ചെയ്യലും, ദഈഫാണെന്ന് ഹുക്മ് ചെയ്യലും, ഈ 3 ഹുക്മും അലാ ളാഹിരിഹി, ളാഹിർ അനുസരിച്ചാണ്. ലൽ ഖത്ഈ, ഉറപ്പല്ല. അപ്പൊ മൗലു ഹദീസ് എന്താവാൻ സാധ്യതയുണ്ട്? സ്വഹീഹാവാൻ സാധ്യതയുണ്ട്. ദഈഫ് ഹദീസ് തള്ളപ്പെടുന്നതേ അല്ല.
അത് സ്വഹീഹ് ഹദീസുമായി വെല്ലാനില്ല എന്ന് മാത്രം. ഒരു ചരിത്രത്തിൽ അത് തെളിവാണ്, ഫളായിലിലും അത് തെളിവാണെന്നതിൽ ഇത്തിഫാഖാണ്, ഇജ്മാഅാണ് എന്ന് ഇമാം നവവി തങ്ങൾ പറഞ്ഞിരിക്കുന്നു. അദ്കാർ നോക്കിയാൽ കാണാവുന്നതാണ്. ഇത് ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ വാക്കിന്റെ നേരെ വാക്കാണ് ഞാൻ വായിച്ചത്. അതിലൊരു അക്ഷരം പോലും ഞാൻ കൂട്ടിക്കൊടുത്തിട്ടില്ല. ലിഅന്നൽ ഹദീസ് അൽ-ദഈഫ في الفضائل والمناقب حجة اتفاقا. അപ്പോൾ അതുകൊണ്ട് ബുഐദൽ ഫജ്ർ എന്നും കൂടെ ഉണ്ട്, അത് കൂട്ടിയില്ല. അത് കൂട്ടാതിരുന്നത് ബോധപൂർവമാണോ അശ്രദ്ധയിൽപ്പെട്ടതാണെന്ന് അറിയില്ല. ഏതായിരുന്നാലും എന്താണിപ്പോ റസൂലുള്ളാഹി ജനിച്ചത് എങ്ങനെയായാലും 2 നേരത്താവൂല. ഫജ്റിന്റെ തൊട്ട് മുമ്പാവാം അല്ലെങ്കിൽ ശേഷമാകാം. എന്തായിരുന്നാലും തൊട്ട് മുമ്പ് തൊട്ട് ശേഷം എന്ന് പറഞ്ഞാൽ എത്ര ചുരുങ്ങിയ ടൈമായിരിക്കും അതിന്റെ ഇടയിൽ ഉണ്ടാവുക? 1 മിനിറ്റ് ഉണ്ടാവില്ല. നമ്മളൊരു 3 മിനിറ്റ് വെക്കാം. 3 മിനിറ്റ് മുമ്പാണ്, 3 മിനിറ്റ് ശേഷമാണ് നിൽക്കുക, എന്നാലും ഒരു 6 മിനിറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ 3 മിനിറ്റ് ശേഷമുള്ളതിലേക്ക് ഒരുങ്ങാവൂ അല്ലെങ്കിൽ വരാവൂ. അപ്പൊ എപ്പോഴാണ് എത്തേണ്ടത്? 3 മിനിറ്റ് ശേഷമുള്ളിലേക്ക് എത്തണമെങ്കിൽ എപ്പോ ഇറങ്ങണം? ഞങ്ങയ്യേ മാത്രമല്ല ജന്മത്തിലല്ല വിഷയം, നമ്മൾ എന്ത് ചെയ്യണം. നമ്മുടെ അമലുണ്ടല്ലോ, ആ നേരത്ത് അമലുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഈ പറയുന്ന പണ്ഡിതന്മാരെന്നാണ് എൻ്റെ വിശ്വാസം. അന്നേരത്ത് പ്രത്യേക അമലുണ്ട് എന്നാണോ നിങ്ങളുടെ വാദം? എങ്കിൽ നിങ്ങൾ പറഞ്ഞ് തെറ്റിപ്പോയി. അമലില്ല എന്നാണോ? എന്നാ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒപ്പം കൂടാ കേട്ടോ. അമലുണ്ടെങ്കിൽ അമലേതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തജാബു ദുആഉ ഫിൽ വഖ്തിൽ ലദി ഉലിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ടൈമിൽ ദുആക്ക് ഉത്തരമുണ്ട്. ഇത് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. പല ഇമാമിങ്ങളും പറഞ്ഞിട്ടുണ്ട്. ദബ്ബാഗ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അമീൽ ഖുർദി പറഞ്ഞിട്ടുണ്ട്, പലരും പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടി തയ്യാറെടുത്ത് മുത്തുനബിന്റെ മദ്ഹ് ചൊല്ലുന്നത് നല്ല കാര്യമാണെന്നതിൽ തർക്കിക്കുന്ന ആളാണെന്ന് നിങ്ങളെ പറ്റി നമുക്ക് തോന്നുന്നില്ല. സുന്നി വിശ്വാസക്കാരനാണെന്നാണ് നമ്മുടെ വിശ്വാസം. ആ നിലക്ക് ചിന്തിക്കുമ്പോൾ രണ്ടും കൂടെ എടുക്കലല്ലേ ഷാഫി മദ്ഹബിന്റെ അടിസ്ഥാന തത്വമുള്ളത്. ഒരു അമല് ചെയ്താൽ ഒരു അഭിപ്രായം അനുസരിച്ച് മാത്രമേ ഒക്കുകയുള്ളൂ. വേറൊരു കോലത്തിൽ ചെയ്താൽ 2 അഭിപ്രായം അനുസരിച്ച് ഒക്കുമെങ്കിൽ ആ 2 അഭിപ്രായം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യലാണ് നല്ലത്. ചരിത്രം എങ്ങനെയായിരുന്നാലും ജന്മം എപ്പോഴായിരുന്നാലും അമലിനെ ഏതാണ് വേണ്ടത്? 2ഉം കൂടി ഉൾക്കൊള്ളുന്ന രൂപമാണ്. അപ്പോ സുബഹിന്റെ മുമ്പ് ഒരുങ്ങിയാൽ മൗലിദ് ഓതിയിട്ടും ദിക്ർ ചൊല്ലിയിട്ടും ദുആ ചെയ്തിട്ട് ഒരുങ്ങിയാൽ സുബഹിന്റെ ശേഷമുള്ളതും കിട്ടുമ്പോൾ 2ഉം കൂടി കിട്ടലല്ലേ ഏറ്റവും അഫ്ളൽ എന്നല്ലേ ഷാഫി ഉസൂൽ, ഷാഫി അടിസ്ഥാന തത്വം. അങ്ങനല്ലേ? തത്വത്തിന്റെ മോളിൽ കയറിയിരിക്കുന്നവരല്ലേ നമ്മള് തത്വത്തിന്റെ ആൾക്കാരല്ലേ? എന്നല്ലേ നമ്മളാണ് തത്വക്കാര് എന്ന വാദക്കാരല്ലേ? എന്നിട്ട് ഈ തത്വം എവിടൊക്കെ വലിച്ചെറിഞ്ഞാവും. അപ്പൊ സുബഹിന്റെ മുമ്പ് ഒരുങ്ങണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ടൈം അതാണെന്ന അഭിപ്രായ പ്രകാരം ദുആയും ദിക്റും സ്വലാത്തും മദ്ഹുമായി കൂടണം. സുബഹിന്റെ ശേഷം ഒരുങ്ങണം. ശേഷവും അതിൽപ്പെടും. സുബഹിന്റെ ശേഷം എന്ന് പറഞ്ഞാൽ സുബഹി ഫജ്ർ സ്വാദിഖ് ഒളിവായ ശേഷം 1 മിനിറ്റിന് വേണ്ടി തിരക്കൂടാ. ആ ടൈമിൽ തർക്കിക്കുന്നതിന് അർത്ഥമുണ്ട്. പക്ഷെ അതല്ലല്ലോ നമ്മളെ വിഷയം. നമ്മൾ എപ്പോ മൗലിദ് ഓതണം, എപ്പോ റസൂലുള്ളാഹിക്ക് വേണ്ടി ഒരുമിച്ച് കൂടണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ എന്റെ ചർച്ച. ഒരുമിച്ച് കൂടണ്ട, അതൊന്നും ആവശ്യമില്ല എന്ന വഹാബി വാദക്കാരാണെങ്കിൽ അവരെ പറ്റി നമുക്ക് ചർച്ചയില്ല. അത് വേറൊരു വഴിയിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഷാഫി മദ്ഹബിന്റെ ഉസൂൽ അനുസരിച്ച് 2ഉം എടുക്കാൻ നല്ലത് എപ്പോ ഒരുങ്ങലാ? മുമ്പ് തന്നെ ഒരുങ്ങലാണ്. സ്വബീഹത്ത് എന്നുള്ളത് സുബഹിന്റെ ഫജ്ർ സാദിഖിന്റെ ശേഷം എന്നാണ് സ്വബീഹത്തിന്റെ അർത്ഥം എന്നുള്ളത് തെളിയിക്കേണ്ട കാര്യമാണ്. അവർ ഓതുന്ന കിതാബിൽ തന്നെ അങ്ങനെ ഉണ്ടാത്തനെ. അങ്ങനെ നമ്മൾ കണ്ടില്ല. നമ്മൾ കാണുന്ന തന്നെ കാണിച്ചാൽ മതി. എന്നിട്ട് ആ നേരത്തെ റസൂലുള്ളാഹിനെ മദ്ഹ് പറഞ്ഞതിനെ പറ്റി കോലാഹലങ്ങൾ ഉണ്ടാക്കുക എന്നാ പറഞ്ഞു. ആളുകൾ എവിടെങ്കിലൊക്കെ ഉറങ്ങുന്നുണ്ടാവും. ഈ പ്രസംഗങ്ങളൊക്കെ നടത്തുന്ന നേരത്തെ ആരെങ്കിലും ഉറങ്ങുന്നുണ്ടാവൂലേ? ഉറങ്ങാത്തവരില്ലാത്തൊരു ലോകമാണോ ലോകം?
ഈ പ്രസംഗം നടത്തുന്ന നേരത്തെ ഈ പ്രാസംഗികൻ ഈ പ്രസംഗം നടത്തുന്ന ടൈമിൽ ആരെങ്കിലും ഉറങ്ങണവരോ പള്ളിക്ക് സുന്നത്ത് കരിച്ചവരോ ഉണ്ടാവില്ലേ? ഒരു ഖത്തീബ് ഖുതുബന്റെ ശേഷം എഴുന്നേറ്റ് നിന്ന് നിസ്കാരത്തിന് ശേഷം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ ഈ വാദക്കാർക്ക് അനുവദിക്കപ്പെടുമോ? കാരണം ആരെങ്കിലും സുന്നത്ത് കരിച്ചവരുണ്ടാവില്ലേ? എന്നിട്ട് അയാളെ സുന്നത്തുകാരൻ കഴിഞ്ഞിട്ട് പ്രസംഗിക്കാന്ന് വെച്ചാൽ വേറെ ആള് സുന്നത്ത് കഴിച്ചാണ്ടാവില്ലേ? അസർ വരെ ഉണ്ടാവും സുന്നത്ത് കഴിച്ചാൻ ആള്. ഖത്തീബിന് പ്രസംഗിക്കാൻ കഴിയില്ല. ഒരു സമ്മേളനം നടത്താൻ കഴിയോ? അനൗൺസ് നടത്തുന്നുണ്ടല്ലോ വലിയ കാര്യത്തില് സമ്മേളനത്തിന് അനൗൺസിന്റെ അടുത്ത് അതിന്റെ ചുറ്റുഭാഗത്തുള്ള വീടുകളിൽ ഉമ്മാമാരുണ്ടാവൂലേ, വയസ്സായ വയസ്സത്തികളുണ്ടാവൂലേ, ഐറ്റങ്ങൾക്ക് സോക്കടാവൂലേ, ഐറ്റങ്ങൾക്ക് കിടക്കാൻ കഴിയോ? ചെറിയ മക്കൾ തൊട്ടിയിൽ കിടക്കുന്നുണ്ടാവൂലേ, ഐറ്റങ്ങൾ ഒണത്തലാവൂലേ? എല്ലാ ഫത്തുൽമീന്റെ പേജ് നമ്പറും തൊഫന്റെ പേജ് നമ്പറും ഇട്ടാൽ മതിയല്ലേ? എളുപ്പല്ലേ? എന്താ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കണേ? എന്തെങ്കിലും കാട്ടിക്കൂട്ടല? ഒരു മുത്താലിം ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഉറങ്ങുന്നവൻ ഉണത്തല്ലേ ആറാമല്ലേ? ആ രൂപത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ? എന്താണ് എൻ്റെ ഉസ്താദെ ഈ അവസ്ഥ ഒക്കെ ഇങ്ങനെ വന്നാല്? എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ദീൻ പറഞ്ഞാല് എവിടെ എത്തുക? അതിനൊക്കെ ഒരു അസുലും ഫസുലൊക്കെ വേണ്ടേ? തൊഫയും പറഞ്ഞത് ശരിയാണ്, ഫത്തുൽമീനും പറഞ്ഞത് ശരിയാണ്, പക്ഷെ അതിനെ കൊണ്ടുവച്ച സ്ഥലം ശരിയായില്ല. അതാണ് ഒറ്റ കേട്. ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ. വലതത്തെ സ്വബിഹത്ത അന്നത്തെ പ്രഭാതത്തിൽ അല്ലെങ്കിൽ അന്നത്തെ സുബഹിക്ക് ഫജറിന്റെ മുമ്പോ ശേഷമോ ജനിച്ചു. മഹദി ജന്മം നൽകി. പിന്നെന്താ? നബിയ സഖലൈൻ, മനുഷ്യ ജിന്നിനാണ് സഖലൈനി എന്ന് പറയുന്നത്. ഭൂമിക്ക് അവര് ഭാരമാണ്. മനുഷ്യനും ജിന്നും ഭാരമാണ്. നല്ല മനുഷ്യന്മാരെ കൊണ്ട് അല്ല പറഞ്ഞത്, ചീത്ത മനുഷ്യന്മാരാണ് അധികം ഉണ്ടാകാന്ന് ഖുർആനിലുണ്ട്. ചീത്ത ജിന്നു കൊണ്ടും ചീത്ത മനുഷ്യനെ കൊണ്ടും ഭൂമി ഭാരമായി കിടക്കുകയാണ്. അതുകൊണ്ട് മാസിയത്തുകൊണ്ട് ഭൂമിയെ ഭാരമാക്കുന്നവർ എന്ന അർത്ഥത്തിനാണ് ഏത് സഖലൈൻ, മനുഷ്യനും ജിന്നും. ആ സഖലൈനിന്റെ അവരെ ഹിദായത്താക്കാൻ വേണ്ടി വന്നതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിന ബീവി ജന്മം നൽകി. എന്താ സല്ലല്ലാഹു അലൈഹി അവിടുത്തെ മേൽ അല്ലാഹു തആല സ്വലാത്ത് ചെയ്യട്ടെ. വഅലാലി അവിടുത്തെ കുടുംബത്തിനോടും സ്വലാത്ത് ചെയ്യട്ടെ. വസഹാബി അവിടുത്തെ അനുയായികൾക്കും സ്വലാത്ത് ചെയ്യട്ടെ. വസല്ലമ സലാമും ചെയ്യട്ടെ. അജ്മഈൻ എല്ലാവർക്കും. ഈ അജ്മഈൻ കൂട്ടൽ നല്ലതാ. കാരണം സ്വഹാബാക്കളിൽ നിന്ന് ഒരു പരിധി വരെ കുറഞ്ഞ സ്വഹാബികളെ വിദ്യാർത്ഥികാരും കാഫിരീങ്ങളുമായി ഖവാരിജ് ചിത്രീകരിക്കുന്നു. അതേപോലെ തന്നെ ആലിൽ നിന്നും സഹാബാക്കളിൽ നിന്നും രണ്ടു കൂട്ടരിൽ നിന്നും ഷിയാക്കൾ അംഗീകരിക്കാത്തവരുണ്ട്. അഹ്ലുസുന്ന രണ്ടു കൂട്ടരെയും അംഗീകരിക്കുന്നവരായതുകൊണ്ട് അജ്മഈൻ എല്ലാവർക്കും. ഒരാളായിട്ട് ഒഴിവാക്കുന്ന മുആവിയ തങ്ങൾ ഒഴിവാക്കുന്നവരുണ്ട്, അംറു ബിൻ ആസിനെ ഒഴിവാക്കുന്നവരുണ്ട്, സയ്യിദത്തുന ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി ഒഴിവാക്കുന്നവരുണ്ട്, സുബൈർ ബിൻ അവാമിനെ ഒഴിവാക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ അബൂ സുഫിയാൻ തങ്ങൾ ഒഴിവാക്കുന്നവരുണ്ട്, അലി തങ്ങൾ ഒഴിവാക്കുന്ന ഖവാരിജുണ്ട്, അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ തങ്ങൾ ഒഴിവാക്കുന്ന ഖവാരിജുണ്ട്, അതേപോലെ തന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട്. ഉസ്മാൻ തങ്ങൾ ഒഴിവാക്കുന്നവരുണ്ട്. അതെ, നമ്മൾക്ക് അങ്ങനൊന്നുമില്ല. അത് അങ്ങനെ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവൻ അള്ളാഹുവിനെ തൊട്ട് റസൂലിനെ തൊട്ട് ഒഴിവാണ്. അവൻ കള്ളനാണ്, അവൻ മുനാഫിഖാണെന്ന് മഹാനായ ഖത്തീബുൽ ബഗ്ദാദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഏതൊരു സ്വഹാബിനെയും താഴ്ത്തി പറയുന്നതായ ഒരാളെ കണ്ടോ അവൻ മുനാഫിഖാണ് എന്ന് മാത്രമല്ല അവൻ സിന്ദിഖാണ്, മുസ്ലിം വേഷധാരിയായ കാഫിറാണ് എന്ന് മനസ്സിലാക്കിക്കോ എന്ന് ഖത്തീബുൽ ബഗ്ദാദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഒരു സ്വഹാബിയും ഒഴിവില്ല, ഒരു ആലും ഒഴിവില്ല. അജ്മഈൻ അവരെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ, അതിൽ ആരെയും ഒഴിക്കുകയില്ല എന്നുള്ളത് ആരുടെ അടയാളമാണ്? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടയാളമാണ്. യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫി ഗദി. യാ റബ്ബി അല്ലാഹുവേ സ്വല്ലി, നീ സ്വലാത്ത് ചെയ്യണം, അലൻ നബി മുഹമ്മദി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നീ സ്വലാത്ത് ചെല്ലണം. മുഹമ്മദ് എന്ന് അവിടെ പറഞ്ഞ് തബറുക്കിന് വേണ്ടി ബർക്കത്തിന് വേണ്ടി പറഞ്ഞതാണ്. അലൻ നബി മതി.
മുൻജിൽ ഖലായിഖ് സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്ന നബി, സൃഷ്ടികളിൽ മുസ്ലിമീങ്ങളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തും മിൻ ജഹന്നമ നരകത്തിൽ നിന്ന്. പിന്നെ അമുസ്ലിമീങ്ങളിൽ പലർക്കും ശിക്ഷ കുറയാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ശഫാഅത്ത് ചെയ്യുമെന്ന് ഇമാം അഹ്മദ് റംലി ആയത്തുൽ ബയാൻ ഇബ്നു റുസ്ലാന്റെ സുബദിന്റെ ശറഹിൽ പറഞ്ഞിട്ടുണ്ട്. ഫത്തൂർ റഹ്മാനാണ്, ആയത്തുൽ ബയാൻ അല്ലേ? ഫത്തൂർ റഹ്മാൻ ബിശറഹി സുബദ് ഇബ്നു റുസ്ലാൻ എന്ന് പറഞ്ഞ കിതാബില് അഹ്മദ് റംലി പറഞ്ഞിട്ടുണ്ട്, ആറാമത്തെ ശഫാഅത്ത് തഖ്ഫീഫ് അദാബിൽ കുഫാർ അല്ലേ, കുഫാറിന്റെ അദാബ് ഓർക്കാൻ വേണ്ടി ശഫാഅത്ത് ചെയ്യും. അപ്പൊ എല്ലാ സൃഷ്ടികൾക്കും രക്ഷയുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷിക്കൽ തന്നെ രണ്ടു കോലുണ്ട്. ഒന്ന് നരകത്തിന്റെ ഗൗരവത്തിൽ നിന്ന് രക്ഷിക്കൽ, അത് കാഫിറിനുണ്ട്. നരകത്തിൽ നിന്ന് രക്ഷിക്കൽ മുസ്ലിമിനുണ്ട്. അള്ളാഹു മുത്തുനബിന്റെ ശഫാഅത്ത് നമുക്ക് തെരുമാറാകട്ടെ. അപ്പൊ അൽ ഖലായിഖ് ഉദ്ദേശം മുഅ്മിനീങ്ങൾ തന്നെ ആക്കിക്കൊള്ളണം എന്നില്ല. മുഅ്മിനീങ്ങൾ ആക്കിയതുകൊണ്ട് തകരാറുമില്ല. മുഅ്മിനീങ്ങളും ആക്കാം, കാഫിരീങ്ങളും ആക്കാം. ലാഹിർ മുഅ്മിനീങ്ങൾ മാത്രം പെടുമെന്നതാണ്. അതാണ് ഉസ്താദ് പറഞ്ഞത്. മിൻ ജഹന്നമ നരകത്തിൽ യുഗതി, നാളെ. നാളെ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ആഖിറത്തിൽ എന്നുള്ള അർത്ഥത്തിന് നാളെ എന്ന് പറയും. അടുത്ത കാലം എന്നുള്ള അർത്ഥത്തിന് നാളെ എന്ന് പറയും. താൻ നിൽക്കുന്ന ടൈമിന്റെ അടുത്ത പകല് എന്ന അർത്ഥത്തിനും അത് പറയും അല്ലേ? നാളെ പരംവീതി ചുമ്മാ വിട്ട് ചൊങ്കില് നടക്കുന്ന ശുജാഅത്ത് നമുക്കുണ്ടിന്നാട്ടിലെ കഥയെന്തെന്നറിയുമോ? നാളെ കിടക്കുന്ന കബറന്ന ഭയങ്കര വീട്ടിലെ. അവിടെ ഒരു നാളെ കിടന്നല്ലോ. ഏതാ നാള്? ആഖിറത്തിൽ, മരണശേഷം. മരണശേഷം ലീനാണ് ആഖിർ എന്ന് പറയട്ടാ. വബിൽ ആഖിറതി വഹുവ മിനൽ മൗതി ഇലാ ആഖിരി മാ യഖ എന്നാണ് ഇർശാദിൽ പറഞ്ഞത്. ഉലിദൽ ഹബീബു സയ്യിദുൽ മുതഅബ്ബിദു വന്നൂറു മിൻ വജനാതിഹി യതവഖദു. ഉലിദ ജനിച്ചു, അൽ ഹബീബു ഹബീബായ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ചു. എന്തോ ഒരു സന്തോഷമുണ്ട് കേൾക്കുമ്പോ. അസ്സയ്യിദു എല്ലാവർക്കും സഹായിയായ, അൽ മുതഅബ്ബിദു ഇബാദത്തിൽ ഒറ്റപ്പെട്ടവരായ, അവിടുത്തെ അത്ര ഇബാദത്ത് എടുത്ത ഒരാൾ ലോകത്തില്ല. ഒരു ജിന്നുമില്ല, മനുഷ്യനുമില്ല, ഒരു മലക്കുമില്ല, അവരാരുമില്ല. മുതഅബ്ബിദ് ഇബാദത്തിന് വേണ്ടിയും തയ്യാറായവരായ, ഇബാദത്തിൽ മാത്രം മുഴുകിയവരായ. വന്നൂറു ഏ സ്ഥിതിയിലാണ് ജന്മം? വന്നൂറു പ്രകാശം, വചനാതിഹി അവിടുത്തെ വചനത്തുകളിൽ നിന്ന്, കവിൾത്തടങ്ങളിൽ നിന്ന്. യതവഖദു അത് കത്തിയാളുന്നു, പ്രകാശം കത്തിയാളുന്നു ആ കുഞ്ഞന്റെ കവിൾത്തടത്തിൽ നിന്ന്. ആ രൂപത്തിൽ റസൂലുള്ളാഹി ജനിച്ചു. ജിബ്രീലു നാദാ ഫീ മനസ്സതി ഹുസ്നിഹി ഹാദാ മലീഹുൽ കൗനി ഹാദാ അഹ്മദു. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ടൈമിൽ ജിബ്രീൽ ആയിരക്കണക്കിന് മലക്കുകളുടെ സന്നിധിയിലാണല്ലോ ഉണ്ടായത്. ആ ജിബ്രീൽ അലൈഹിസ്സലാം നാദാ വിളിച്ചു പറഞ്ഞു, ഫീ മനസ്സത്തി ഹുസ്നിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തിന്റെ സ്റ്റേജിൽ. മനസ്സത്ത് എന്ന് പറഞ്ഞാല്, മിനസ്സത്ത് എന്നൊക്കെ പറഞ്ഞാല് അതെന്താണ്? ഈ പുതിയാപ്പിളക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കണ വലിയ കസാലുണ്ടല്ലോ, അതാ. അഥവാ ആ സ്റ്റേജിൽ അതിന്റെ മനസ്സാന്നൊക്കെ പറയും. ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന കസേര. ജിബ്രീലിന്റെ ആ ഹുസ്നിന്റെ കസേരയിലിരുന്ന്, ആ സ്റ്റേജിലിരുന്നു കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു എന്നാവാം. അല്ലെങ്കിൽ ചിലവര് കുറ്റിപ്പുറം മഹമൂലിയർ പാപ്പൊക്കെ വേറൊരർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഫി മനസ്സത്തി ഹുസ്നി എന്ന് പറഞ്ഞാൽ ഫി നഫ്സി ഹുസ്നിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വത്തെ വ്യക്തമാക്കി പറയുന്ന വിഷയത്തിൽ പറഞ്ഞു. അങ്ങനെ വെച്ചവരും ഉസ്താദ്മാരിലുണ്ട്. അത് അത്ര വ്യക്തമല്ല. ഈ മിനസ്സത്ത് അല്ലെങ്കിൽ അപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുസ്നിനെ, അപ്പൊ ഹീന്റെ ലമീർ നബിയിലേക്കായി. നബി തങ്ങളുടെ ഹുസ്നിന്റെ
സ്റ്റേജിൽ പറഞ്ഞു. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുസ്നിന്റെ സ്റ്റേജിൽ പറഞ്ഞു, അല്ലെങ്കിൽ ജിബ്രീലിന്റെ ഹുസ്നിന്റെ സ്റ്റേജിൽ ഇരുന്ന് പറഞ്ഞു. അനക്കെ പറയാം. അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കി പറയുന്ന നസ്സാക്കി പറയുന്നതിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞവരുണ്ട്. അങ്ങനെ ഉസ്താദ് അങ്ങനെ നമുക്ക് മൗലിദ് ഓതുമ്പോൾ അർത്ഥം വെച്ച് തന്നെ നമ്മൾ ഇത് ഓതിയത് ചെറിയ ഉസ്താദ് തിരങ്ങാടി ഉസ്താദ് അങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അല്ലെങ്കിൽ അവിടെ ആ മനസ്സത്തിലായ നിലക്ക് റസൂലുള്ളാഹിന്റെ മനസ്സത്തിലായ നിലക്ക് ജിബ്രീൽ പറഞ്ഞു, അല്ലെങ്കിൽ ജിബ്രീലിന്റെ മനസ്സത്തിൽ ഇരുന്നു കൊണ്ട് ജിബ്രീൽ പറഞ്ഞു. അതാ മലീഹുൽ കൗനി, ഇത് ലോകത്ത് ഏറ്റവും മലാഹത്തുള്ള ശോഭയുള്ള നബിയാണ്. മലീഹ് മിലാഹ് കണ്ടില്ലേ നമ്മളെ മുഹമ്മദ് സലാം ബൈത്തിലൊക്കെ സൈനൽ മിലാഹിൻ. മലീഹ് എന്ന് പറഞ്ഞാല് നല്ല ചൊർക്കുള്ള ഭംഗിയുള്ള, ലോകത്ത് ഏറ്റവും ഭംഗിയുള്ളവരാകുന്നു എന്ന് പറഞ്ഞു. നബിന്റെ മദ്ഹ് പറഞ്ഞു. നബി ജനിച്ചപ്പോ നബിന്റെ മദ്ഹ് പറഞ്ഞു ഏറ്റവും ചൊർക്കുള്ള ആളാണ്. ഏറ്റവും ചൊർക്കുള്ള ആളാരാന്ന് ചോദിച്ചാൽ, മനുഷ്യനാരാന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളാണ്. യൂസുഫ് നബി അലൈഹി സ്വലാം നല്ല ഭംഗിയുള്ള ആളായിരുന്നു. പക്ഷേ അതിനെ സംബന്ധിച്ച് ഫൈദാ ഹുവ ഉതിയ ശത്റ ഹുസ്നിഹി ശത്റൽ ഹുസ്ൻ. മെഹ്റാജിന്റെ രാത്രിയിൽ ഞാൻ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. അപ്പോ മൂപ്പർക്ക് അല്ലാഹു തആല ഭംഗിയുടെ പകുതിയെ കൊടുക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസുണ്ട്. ആ ഹദീസിനെ വിശദീകരിച്ച് ഇമാം സുയൂത്തി എഴുതുകയാണ്, ശത്റ ഹുസ്നിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ ഭംഗിയുടെ പകുതിയാണ്, അല്ലാതെ ഭംഗിയുടെ പകുതിയല്ല. നബി തങ്ങളുടെ ഭംഗിയുടെ പകുതിയാണ്. നബി തങ്ങളുടെ ഭംഗിയും ലോകത്തുള്ള യൂസുഫ് നബിന്റെ ഭംഗി അതിന്റെ പകുതിയുള്ളൂ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിക്ക് വലിയൊരു മുഅ്ജിസത്തുണ്ട്. ആ മുഅ്ജിസത്ത് മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ഭംഗിക്ക് ഇല്ല. എന്താണ്? അമിതമായ ഭംഗിയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അന്യ സ്ത്രീകൾ ആ മനുഷ്യനെ കണ്ടാല് ഇച്ഛിച്ചു പോകും. അതുപോലെ തന്നെ പലതും സംഭവിക്കും പലരുടെ ഇടയിൽ. ഭംഗി കൊണ്ട് അങ്ങനെ ഒരു അപകടമുണ്ട്. അങ്ങനത്തെ ഒരു അപകടം നബിയെ കൊണ്ട് സംഭവിക്കുകയില്ല. ആരും നബിയെ ലൈംഗികമായി ഇച്ഛിക്കുകയില്ല ഭംഗി കൊണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ഒരു പെണ്ണ് ഇച്ഛിച്ചു, വേറെ പെണ്ണുങ്ങൾ പുറത്തുനിന്ന് ഇച്ഛിച്ചു. അതൊക്കെ ഉണ്ടായല്ലോ. അങ്ങനെ ഒരു അപകടം സംഭവിക്കുകയില്ല. സ്വന്തം ഭാര്യമാർക്ക് അല്ലാതെ ഹലാലായ പെണ്ണിനല്ലാതെ റസൂലുള്ളാഹിനോട് ലൈംഗിക ചിന്ത വരികയില്ല. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്, മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ആർക്കില്ല? യൂസുഫ് നബിക്കില്ല എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമിതമായ ഭംഗിയുള്ളവരാണ്. ഓരോ അംഗത്തിനും അതിന്റെ വടിവും പൂർത്തിയായ രൂപത്തിലാണ് അല്ലാഹു തആല പഠിച്ചത്. കന്നക ഖദ് ഖുലിഖത കമാ തശാഊന. ഹസ്സാൻ സാബിത്ത് തങ്ങൾ പറഞ്ഞു, തങ്ങൾ ഉദ്ദേശമായി അള്ളാഹ് പഠിച്ചു കൊടുത്തമായിട്ടുണ്ട്. കണ്ടാല് അവരുടെ അനുഭവമാണ് അവരാ പറഞ്ഞത്. എന്താണ് വഹ്സന മിങ്കലം തലിദിൻ നിസാഉ. ഒരു പെണ്ണും തങ്ങളെ കാണാൻ ഭംഗിയുള്ള, തങ്ങളോട് തുല്യമായ ഭംഗിയുള്ളവരെ പ്രസവിച്ചിട്ടില്ല. പക്ഷെ തങ്ങളുടെ ഭംഗിയുടെ പ്രത്യേകതയാണ് ആ ഭംഗി കണ്ട് ലൈംഗികമായി ആർക്കും ഒരു ചിന്തയും വരികയില്ല. ഇത് വലിയ മുഅ്ജിസത്താണ്. അതുകൊണ്ടാണ് തങ്ങൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കാതിരുന്നത്. എന്നാ യൂസുഫ് നബി അലൈഹി സ്വലാം കഷ്ടപ്പെട്ടില്ലേ അല്ലേ? അങ്ങനെ ആ അവസ്ഥയാണ്. അതാ അഹ്മദു, ഇത് അഹ്മദ് നബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാനലോകത്തുള്ള പേരാണേത്? അഹ്മദ്. ഭൂമിയിലുള്ള പേരാണേത്? മുഹമ്മദ്. അതാ ജിബ്രീൽ പറഞ്ഞു, ഇത് നമ്മളെ വാനലോകത്തുള്ള ആളല്ലേ ജിബ്രീൽ. മൂപ്പര് പറയല് എന്താ? അത് അഹമ്മദാന്ന് മുഹമ്മദാന്ന പറയല്? അഹമ്മദാന്ന് പറയും അല്ലേ? ഓൽക്ക് പരിചയമുള്ള പേരല്ലേ ഓല് പറയാ. ഓൽക്ക് എന്നോ കേട്ടു പരിചയമുള്ള പേരാണ്.
അഹ്മദു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ആ പേരിടാനുള്ള കാരണം അതിൻ്റെ അടിസ്ഥാന അർത്ഥം അലമാകുമ്പോൾ പ്രത്യേക അർത്ഥമില്ലെങ്കിലും അതിൻ്റെ അടിസ്ഥാന അർത്ഥം ഏറ്റവും ഹംദ് ചെയ്ത വ്യക്തി എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അള്ളാഹുവിനെ ഏറ്റവും ഹംദ് ചെയ്ത വ്യക്തി. ആ പേരാണ് ആ പദത്തിൽ കൊണ്ടാണ് റസൂലുള്ളാഹിക്ക് പേരിട്ടത് അഹ്മദു. നേരെ മറിച്ച് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഏറ്റവും സ്തുതിക്കപ്പെട്ടവർ എന്നാണ്, സ്തുതിച്ചവർ എന്നല്ല. അത് അള്ളാഹു ഏറ്റവും സ്തുതിച്ച അടിമ എന്നാണ് മുത്തുനബിന്റെ മുഹമ്മദ് എന്ന പേര്. അതാണ് മുഹമ്മദ്. അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള പേരാണ്, ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പേരാണ്. ഏറ്റവും സ്തുതിച്ച അടിമ, അള്ളാഹുവിനെ ഏറ്റവും സ്തുതിച്ച അടിമ എന്ന അങ്ങോട്ടുള്ള പേരാണ്. അവിടുന്ന് ഇങ്ങോട്ടുള്ളത് എന്താ? മുഹമ്മദ്. ഹാദാ അഹ്മദു. നല്ല യോജിപ്പുണ്ട് അല്ലേ? മലക്കുകളെല്ലാവർക്കും മനുഷ്യന്മാരെക്കാണ് ഉന്നതരാണ്. അവർ ഏറ്റവും ഹംദ് ചെയ്യുന്നവരാണ്. രാവും പകലും തസ്ബീഹ് ചെല്ലുന്നവരാണ് ഖുർആനിൽ കാണാം. അത് ഇങ്ങനത്തെ ഒരാളുണ്ട് കേട്ടോ ഭൂമിയിൽ എന്ന് പറഞ്ഞാലോ. ഏറ്റവും നിങ്ങളെ കാണാൻ ഹംദ് ചെയ്ത ഒരാളുണ്ട് എന്ന് പറയാൻ നല്ലത് എവിടെ? ഏറ്റവും ഇബാദത്തെടുക്കുന്നവരടിയിലല്ലേ പറയാൻ നല്ലത്. ഒരാളും തെറ്റ് ചെയ്യാതെ ഇബാദത്തെടുക്കുന്ന സ്ഥലം എവിടെ? ആകാശത്തല്ലേ. അവരടിയിൽ ഒരു അഹമ്മദ് ഉണ്ടായാലും ഒരു പൊട്ട് ഒരു താന്ന് അല്ലേ? അവിടെയാണ് അഹമ്മദ് വരേണ്ടത്, ഇവിടെയാണ് മുഹമ്മദ് വരേണ്ടത്. ഇവിടെ നമ്മളേതായാലും ആയെന്ന് നമ്മളതിൽ അള്ളാഹു തആല സൂചിച്ച ഒരാൾ നമുക്കുണ്ട്. അതാരാ? മുഹമ്മദ് നബി തങ്ങൾ. അപ്പൊ ആ പേര് അവിടുക്കും ഈ പേര് കൊടുക്കും. നല്ല മുനാസബത്തിന് നല്ല യോജിപ്പുണ്ട് അല്ലേ? മലക്കൾ ചോദിച്ചല്ല, എന്താണ് ചോദിച്ചത്? മലക്കളോട് അള്ളാഹു ചോദിച്ചേ, ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ ഖാലു അതജഅലു ഫീഹാ മൻ യഫ്സുദു ഫീഹാ വയസ്ഫികു ദിമാ. രക്തം ചീറ്റുന്ന, രക്തം കുത്തിയൊലിപ്പിക്കുന്ന, അക്രമമുണ്ടാക്കുന്ന ജനങ്ങൾ എന്തിന് വടക്കപ്പെട്ടു എന്ന് ചോദിച്ചില്ല. ആ ചോദ്യത്തിന് മറുപടി ആകാശത്തൊരു പേര്, ഏത്? അഹ്മദ്. ഏറ്റവും സ്തുതിക്കുന്ന ഒരു വ്യക്തി ഇതാ വന്നിരിക്കുന്നു. നിങ്ങളെല്ലാം അറിഞ്ഞു. അക്ഷരമുണ്ടാക്കുന്ന ആൾക്കാർ, ചിലരുണ്ടാക്കുന്ന ആൾക്കാർ അറിഞ്ഞു. അവർക്ക് എന്നൊരു ഖണ്ഡനമായി നിലനിൽക്കുകയാണ് ആര്? മുത്തുനബി തങ്ങൾ അഹമ്മദ്. ഇവിടുന്ന് അങ്ങോട്ടുള്ളതല്ലേ ഈ പറയേണ്ടത്, അവിടുന്ന് ഇങ്ങോട്ടുള്ളതല്ലല്ലേ പറയേണ്ടത് അല്ലേ? അങ്ങനല്ലേ? അപ്പൊ അഹമ്മദ് ആകാശത്തേക്കും മുഹമ്മദ് ഭൂമിക്കും. هذا كهيل الطرف هذا المصطفى هذا جزيل الوصف هذا السيد അതാ കഹീലു ത്വർഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കഹീലാണ്. കഹീലാന്ന് ആ സുർമട്ടവരാണ്. ത്വർഫ് കണ്ണ്. ത്വർഫ് എന്ന് പറഞ്ഞാല് കണ്ണ് സുർമയിട്ടവരാണ്. സുർമട്ട് എന്ന് പറഞ്ഞാല് സുർമ നമ്മൾ തേച്ചു കൊടുത്തിട്ടതല്ല, പ്രകൃതിയിൽ സുർമട്ടതിനാണ് കഹീൽ എന്ന് പറയും. അങ്ങനെ ചിലവർ കഹീൽ എന്ന് പറയില്ല, മുക്കഹൽ എന്ന് പറയുള്ളൂ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. കാരണം അങ്ങനെയാണ്. ബാനത്ത് സ്വാദിലുണ്ടല്ലോ, ബാനത്ത് സ്വാദു ഫഖൽബിൽയൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫ്ദ മക്ബൂലു വമാ സ്വാദു വദാ തൽബൈനി ഇദ് റഹലു ഇല്ലാ ഗന്നു വലി ഉത്തർഫി മക്ഹൂലു. ഇപ്പൊ മക്ഹൂൽ എന്ന് അറിഞ്ഞില്ലേ? ആ മക്ഹൂൽ എന്ന് റസൂലുള്ളാഹിന്റെ സിഫത്ത് വന്ന മൗലിദിലൊക്കെ ചില മൗലവിമാര് മുക്കഹല് എന്ന് വായിക്കാറുണ്ട്. അതിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ശരി. നബി തങ്ങളുടെ മുമ്പിൽ പാടപ്പെട്ട വാനത്ത് സ്വാദ് അഫ്സഹായ പാട്ടാണ്. മക്ഹൂൽ എന്ന് പറഞ്ഞാല് പ്രകൃതി സുറുമ ഉള്ളവർക്ക് മക്ഹൂൽ എന്ന് പറയും. മുക്കഹല് മാത്രമല്ല പറയാം. ലോത്ത് ശരിയാക്കണം നമ്മള്, കേടരുത്തരുത്. ഹാദൽ മുസ്തഫ, ഇത് അല്ലാഹു തആല തിരഞ്ഞെടുത്തവരാണ്. മുസ്തഫ നബിയാണ്. ഹാദാ ജസീലുൽ വസ്ഫി, ഇത് വണ്ണമായ വിശേഷണമുടയവരാണ്. ഹാദാ സയ്യിദു, ഇത് എല്ലാവർക്കും നേതാവായ നബിയാണ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.